SSLC ഫിസിക്സ് എക്സാമിന് വരാവുന്ന ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. A question: far point of a person is 3 meter. What may be the defect of his eye? ഒരു വ്യക്തിയുടെ ഫാർ പോയിന്റ് 3 മീറ്റർ ആണ്. അയാളുടെ കണ്ണിന്റെ വൈകല്യം എന്ത് എന്നാണ് ചോദ്യം. ആൻസർ മയോപ്പിയ. മയോപ്പിയ ആണ് അയാളുടെ കണ്ണിന് വന്നിട്ടുള്ള രോഗം. മയോപ്പിയ മലയാളത്തിൽ എന്താ പറയാ? ഹ്രസ്വദൃഷ്ടി. അയാളുടെ കണ്ണിനെ ബാധിച്ചിരിക്കുന്ന രോഗമാണ് മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓൾഡർ പീപ്പിൾ ഹോൾഡ് ന്യൂസ് പേപ്പേഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഫോർ റീഡിംഗ്. ഐഡന്റിഫൈ ദ ഡിഫക്റ്റ് ഓഫ് ഐ. പ്രായമായ ആളുകൾ ന്യൂസ് പേപ്പർ പത്രം കുറച്ച് നീട്ടി പിടിച്ചിട്ടാണ് വായിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? അവരുടെ കണ്ണിനെ ബാധിച്ചിരിക്കുന്ന രോഗം ഏതാണ്? ആൻസർ പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ അഥവാ വെള്ളെഴുത്താണ് അവരുടെ കണ്ണിനെ ബാധിച്ചിരിക്കുന്നത്. വെള്ളെഴുത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: path of a light through smoke and fog can be clearly seen. What is this phenomenon known as? നല്ല സ്മോക്ക് ഉള്ള സ്ഥലത്തും ഫോഗ് ഉള്ള സ്ഥലത്തൊക്കെ ലൈറ്റിന്റെ പാത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. എന്ത് പ്രതിഭാസം മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്? ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ് കാരണം കൊണ്ടാണ് നമുക്ക് ഈ പുകയുടെയും മഞ്ഞിന്റെ ഒക്കെ ഇടയിൽ ലൈറ്റ് പാത്ത് ചെയ്ത് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ടിൻഡൽ പ്രതിഭാസം. The question: once a near point is greater than 25 cm, what kind of lens is to be used for correcting this defect? ഒരാളുടെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററിൽ കൂടുതലാണ്. ഏത് തരത്തിലുള്ള ലെൻസ് ആണ് അയാളുടെ വൈകല്യം മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്? ആൻസർ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് ആണ് ഈ ഡിഫക്റ്റ് പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്.